കിട്ടിയതെന്തും ഷെയർ ചെയ്യുക. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നോക്കില്ല. നമ്മളങ്ങനെയാണോ? നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കാറുണ്ടോ? ഒരു സംഭവം പറഞ്ഞുതരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. ആ പത്നിയുടെ പിതാവായിരുന്നു ഹാരിസ് ബിൻ ദിറാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മദീനയിലോട്ട് വന്ന് പ്രവാചകനിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗോത്രമായ ഖുസാ ഗോത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഇനി എൻ്റെ നാട്ടിലോട്ട് പ്രബോധനത്തിന് വേണ്ടി ആരെയും അയക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാം മതം ഞാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവിടെയുള്ള ആളുകളുടെ സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നാളെ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ പോയി ഖുസാ ഗോത്രത്തിൽ പ്രബോധനം നടത്തി. ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം അവരുടെ എല്ലാം സക്കാത്ത് ശേഖരിച്ചു വെച്ചു. മദീനയിൽ നിന്ന് പ്രവാചകന്റെ ദൂതനെയും കാത്തു നിൽക്കുകയാണ്. പക്ഷേ സമയമായിട്ടും ദൂതൻ എത്താതെ വന്നപ്പം അവർ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഇത് പ്രവാചകന് മദീനയിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അങ്ങനെ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടത്തുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നത്. അദ്ദേഹം ഖുസാ ഗോത്രത്തിലേക്ക് ഇങ്ങനെ ദൂരെ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഇവർ അദ്ദേഹത്തെ കാണുമ്പോൾ ഇവരിങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്, വന്നല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ അത് കണ്ടപ്പോൾ വലീദ് ബിൻ ഉഖ്ബ വിചാരിക്കുകയാണ്, അവരെല്ലാം കൂടെ എന്നെ വധിക്കാൻ വരികയാണ്, എന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ളത്. കാരണം അദ്ദേഹം ഇതിനു മുന്നേ അഥവാ ജാഹിലിയ്യത്തിൽ ആ ഗോത്രവുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ അയാൾ വേഗം, ആ സ്വഹാബി വേഗം പ്രവാചകന്റെ അടുക്കലേക്ക് ഓടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറയുകയാണ്, പ്രവാചകരെ, ഹാരിസ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഹാരിസ് എന്നെ കൊല്ലാൻ വന്നു എന്നുള്ള രൂപത്തിൽ പ്രവാചകനോട് സംസാരിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സൈന്യത്തെ തയ്യാറാക്കി. പക്ഷെ അതിനു മുന്നേ ആ ഒരു കാര്യം സത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൂതനെ നിയോഗിച്ചു. അവിടെ പോയി നോക്കാൻ വേണ്ടി പറയാണ്, അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടോ, ഇക്കാമത്ത് നിർവഹിക്കുന്നുണ്ടോ, നമസ്കാരം ഉണ്ടോ എന്നുള്ള രൂപത്തിൽ. അങ്ങനെ അത് പോയി നോക്കി അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങളാണ്, അവർ പുറത്തു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അത് മനസ്സിലാക്കി വന്ന പ്രവാചകനോട് അയാൾ പറഞ്ഞു, അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് പ്രവാചകരെ, അവർ നമസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹാരിസ് ബിൻ ദിറാർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നത്. മദീനയിലോട്ട് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വിവരം ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഹാരിസ് റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ 49:6 യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങളിലേക്ക് ഒരു ഫാസിഖ്, ഒരു അധർമ്മകാരി വന്നാൽ, ഒരു വാർത്തയും കൊണ്ടുവന്നാൽ, ബിനബഇൻ ഫതബയ്യനൂ, അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം, അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്ന് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൻ തുസീബൂ ഖൗമൻ ബിജഹാല, എന്തിനു വേണ്ടി അന്വേഷിക്കാൻ പറഞ്ഞത്? അത് നിങ്ങളുടെ ജഹാലത്ത് കൊണ്ട്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് അത് ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ, അങ്ങനെ ആ ഒരു പ്രവൃത്തി കാരണത്താൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ, ഖേദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ വലീദ് ബിൻ ഉഖ്ബ ഫാസിഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയിലൂടെയാണ് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ കഴിയും. ഇത് വിശ്വാസികളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സ്വഭാവ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ ഒരായത്ത് നമ്മൾ ഇങ്ങനെ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും യുദ്ധങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന വാർത്തകൾ മുഴുവൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു പറയുന്നത്. അതിലൂടെ പല പ്രയാസങ്ങളും പിന്നീട് ഉണ്ടാകാം, പല പ്രതിസന്ധികളും ഉണ്ടാകാം, പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അത് നിർത്തിയിട്ട് സത്യമാണെന്ന് ബോധ്യമുള്ള വാർത്തകൾ മാത്രം, അല്ലെങ്കിൽ അന്വേഷിച്ച് സത്യമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.